ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്, ഒരു ബീറ്റ്റൂട്ട് കറി. അത് നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ബീറ്റ്റൂട്ട് കറി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് കണ്ടാലോ. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് കറിക്ക് ഞാനൊരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീറ്റ്റൂട്ടാണ്. അതിങ്ങനെ ചതുരത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടത് ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളകൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2-3 പീസ് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഒരുപാട് പുളി ആവശ്യമില്ല, അതുകൊണ്ട് കുറച്ച് മതി. നമ്മൾ ഇതൊരു കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാനൊരു ചെറിയൊരു കുക്കർ എടുത്ത് ഗ്യാസ് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഓയിൽ ചൂടായി. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം, സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. വേഗം ഒന്ന് വഴലാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി വഴണ്ട് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അധികം എരിവില്ല കേട്ടോ. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 സ്പൂൺ വലിയ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയുടെ പകുതി ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1-2 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വേവും. നമുക്ക് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് അവിടെ ഇരുന്ന് വേകുമ്പോഴേക്കും നമുക്കതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 1/2 സ്പൂൺ ജീരകം. ജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകമല്ല, വലിയ ജീരകം, പെരുംജീരകം. നമ്മൾ അവിയലിനകത്ത് അരയ്ക്കുന്നതല്ല, ഇറച്ചിക്കറിക്കൊക്കെ അരയ്ക്കില്ലേ, അത്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് വെന്തോന്ന് നോക്കാം. ബീറ്റ്റൂട്ട് വെന്ത് ഇനി നമുക്കിതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഒരുപാടങ്ങ് തിളപ്പിക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി. ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് കറി. അടിപൊളി ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനി അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ ബൈ.